നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 32 മത്സ്യാവതാരം. വൃത്തം ഉപജാതി. ശ്ലോകം 1. പുരാ ഹയഗ്രീവമകാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് കൃതേഷു വേദേഷ്വതിൽസക്കില മത്സ്യരൂപം. ഒരിക്കൽ കൂടി. പുരാ ഹയഗ്രീവമകാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് കൃതേഷു വേദേഷ്വതിൽസക്കില മത്സ്യരൂപം. പുരാ പണ്ടുകാലത്ത് ഹയഗ്രീവ മഹാസുരേണ, ഹയഗ്രീവൻ എന്ന മഹാ അസുരനാൽ, ഷഷ്ടാന്തര അന്ത, ആറാമത്തെ മന്വന്തരത്തിന്റെ അന്ത്യത്തിൽ, ഉദ്യത് അഖാണ്ഡകൽപേ, ഉദ്യതമായ ഉണ്ടായ, അവാന്തര പ്രളയത്തിൽ, അതായത് നൈമിത്തിക പ്രളയത്തിൽ, ചാക്ഷുഷ മന്വന്തരത്തിൽ ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ എന്നർത്ഥം. നിദ്രോന്മുഖനായ, അതായത് ബ്രഹ്മാവിന്റെ പകൽ സമയം കഴിയുമ്പോൾ ബ്രഹ്മാവ് നിദ്രാനിലീനനാകുന്നു. ആ സമയത്ത് ബ്രഹ്മമുഖാത്, ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന്, ഹൃദേഷു വേദേഷു, വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ, അതിൽ സ കില മത്സ്യരൂപം, മത്സ്യരൂപത്തെ കൈക്കൊണ്ടുവല്ലോ, സ്വീകരിച്ചുവല്ലോ. ശ്ലോകാർത്ഥം. പണ്ട് ആറാമത്തെ മനുവായ ചാക്ഷുഷ മനുവിന്റെ കാലത്ത്, അതായത് ആ ചാക്ഷുഷ മന്വന്തരത്തിന്റെ അന്ത്യത്തിൽ ഉണ്ടായ നൈമിത്തിക പ്രളയ സമയത്ത് നിദ്രാനിലീനനായി ഇരിക്കുകയായിരുന്ന ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ഹയഗ്രീവൻ എന്ന മഹാ അസുരൻ വേദങ്ങൾ അപഹരിച്ചപ്പോൾ അവിടുന്ന് മത്സ്യരൂപം സ്വീകരിച്ചിരുന്നുവല്ലോ. ദശകം 8 അധ്യായം 2 ശ്രദ്ധിക്കുക. ബ്രഹ്മദേവന്റെ ഓരോ പകലും ഭൂമിയിലെ 1000 ചതുർയുഗങ്ങൾ കൂടിയ കാലമാണ്. ചതുർയുഗങ്ങൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. പകൽ മുഴുവൻ സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായ ബ്രഹ്മാവ് രാത്രിയാകുമ്പോൾ, അതായത് ഓരോ 1000 ചതുർയുഗ കാലത്തിൻ്റെയും അന്ത്യത്തിൽ തൻ്റെ സൃഷ്ടികളെ ഭഗവാനിൽ ലയിപ്പിച്ച് നിദ്രാനിലീനനാകുന്നു. ആ ബ്രഹ്മാവിൻ്റെ ആ നിദ്രാകാലം ഓരോ നൈമിത്തിക പ്രളയകാലമാണ്. ഇങ്ങനെ ആറാമത്തെ മന്വന്തരത്തിന്റെ അന്ത്യത്തിലുണ്ടായ നൈമിത്തിക പ്രളയകാലത്ത് സുഷുപ്തിയിലാണ്ട ബ്രഹ്മഭഗവത് മുഖത്തു നിന്ന് ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ അപഹരിച്ച് കടന്നു കളഞ്ഞു. ഭഗവാൻ നിദ്രയിലാണ്ടപ്പോൾ വേദദേവതകൾ സമുദ്രോപരിതലത്തിൽ വന്ന് വിഹരിക്കുകയായിരുന്നു അത്രേ. അന്നേരം ഈ ഹയഗ്രീവൻ എന്ന അസുരൻ ഈ വേദദേവതകളെ അപഹരിച്ച് കടന്നു കളഞ്ഞു. വേദങ്ങൾ സൃഷ്ടി രഹസ്യങ്ങൾ ആയിരുന്നതിനാൽ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ കഴിയാതെയായി. അതിനാൽ വേദങ്ങൾ വീണ്ടെടുക്കാൻ മഹാവിഷ്ണു മത്സ്യരൂപം ധരിച്ചു. ശ്ലോകം 2. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീനക. ഒരിക്കൽ കൂടി. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീനക. സത്യവ്രതസ്യ, സത്യവ്രതന്റെ, ദ്രമിളാദിഭർത്തൂൻ, ദ്രാവിഡ രാജാവായ സത്യവ്രതൻ, നദീജലേ തർപ്പയതസ്തദാനീം, നദീജലേ എന്ന് പറഞ്ഞ നദീജലത്തിൽ,
തർപ്പയത തർപ്പണം ചെയ്യുന്ന തഥാനീം തദവസരത്തിൽ കരാ അഞ്ചലോ കൈക്കുടന്നയിൽ സ ജ്വലിതാകൃതി സഞ്ജ്വലിതാകൃതി ജ്വലിക്കുന്ന ആകൃതിയോടുകൂടിയ സ്ത്വം അങ്ങ് അദൃശ്യത കാണപ്പെട്ടു. കശ്ചന ബാലമീന ഒരു കുഞ്ഞു മത്സ്യമായി. ശ്ലോകാർത്ഥം ദ്രാവിഡ രാജ്യത്തിന്റെ രാജാവായ സത്യവ്രതൻ നദീജലത്തിൽ തർപ്പണം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൈക്കുടന്നയിൽ ജ്വലിക്കുന്ന ആകൃതിയിലുള്ള ഒരു ചെറുമീൻ ആയി ഭഗവാനെ അങ്ങ് കാണപ്പെട്ടു. ഇത് കഴിഞ്ഞ പോയ ഒരു മന്വന്തരത്തിലെ കഥയാണ് എന്നത് ഓർക്കുക. ശ്ലോകം 3. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരകോപി കലശീം ചകൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം. ഒരിക്കൽ കൂടി. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരകോപി കലശീം ചകൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം. ക്ഷിപ്തം ജലേ ജലത്തിലേക്ക് ഇട്ടപ്പോൾ ആ കരാഞ്ജലത്തിൽ കണ്ട മത്സ്യക്കുഞ്ഞിനെ ജലത്തിലേക്ക് തന്നെ തിരികെ ഇട്ടപ്പോൾ ത്വാം ചകിതം വിലോക്യ അങ്ങ് ചകിതനായി ഭയപ്പെടുന്നതായി കണ്ടിട്ട് ആ കുഞ്ഞുമീൻ വല്ലാതെ ചകിതനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ നയിച്ചു. നിന്നെ സ്വഗേഹത്തിലേക്ക് കൊണ്ടുപോയി. അമ്പുപാത്രേണ ജലപാത്രത്തിലാക്കിയിട്ട് മുനി സ്വഗേഹം ആ രാജർഷി സ്വഗൃഹത്തിലേക്ക് സ്വൽപൈർ അഹോബി സ്വൽപ്പമായ ദിനങ്ങളാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കലശീം ച കൂപം വാഭി സരശ്ച കുടത്തെയും കിണറിനെയും കുളത്തിനെയും നദിയെയും ആനശിഷേ വിഭോത്വം ഹേ വിഭോ അങ്ങ് വളർന്ന് വലുതായി. ശ്ലോകാർത്ഥം ആ ചെറുമീനിനെ ജലത്തിലേക്ക് തന്നെ ഇട്ടപ്പോൾ നയിച്ചപ്പോൾ അതിന് ഭയമുള്ളതായി ദർശിച്ചിട്ട് ആ രാജർഷി ജലപാത്രത്തിലാക്കി സ്വഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. ഹേ സർവശക്തനായ ഭഗവാനെ അങ്ങ് സ്വൽപ്പമായ ദിനങ്ങളെ കൊണ്ട് കുടത്തെയും കിണറിനെയും കുളത്തെയും തടാകത്തെയും നദിയെയും വളർന്ന് വലുതായി. ഭാഗവതം 8-ാം സ്കന്ധം 24-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദുഃഖിതന്മാരിൽ വാത്സല്യത്തോടുകൂടിയ ഹേ രാജൻ, സ്വജാതികളെ തിന്നുന്ന ജലജന്തുക്കളിൽ നിന്ന് ഭയപ്പെടുന്ന ദുഃഖിക്കുന്ന എന്നെ ഈ നദിയിൽ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ ബാലമത്സ്യം ആ രാജാവിനോട് ചോദിച്ചു അത്രേ. ശ്ലോകം 4. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുവേനം സപ്താഹമാസ്വേദി വദന്നയാസീഹി. ഒരിക്കൽ കൂടി. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുവേനം സപ്താഹമാസ്വേദി വദന്നയാസീഹി. യോഗപ്രഭാവാത് യോഗശക്തി കൊണ്ട് യോഗത്തിന്റെ പ്രഭാവം കൊണ്ട് ഭവത് ആജ്ഞയേവ ഭവത് ആജ്ഞയാ ഏവ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചു തന്നെ നീതസ്തതത്വം അനന്തരം അങ്ങ് നയിക്കപ്പെട്ട് മുനിന പയോധിം മുനിയാൽ സമുദ്രത്തിലേക്ക് പൃഷ്ടോ അപേക്ഷിക്കപ്പെട്ട് അഭ്യർത്ഥിക്കപ്പെട്ട് അമുന ഇവനാൽ
ഈ മുനിയാൽ കൽപ്പ ദൃദൃക്ഷു ഏനം കൽപ്പത്തെ പ്രളയത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഇവനോട് സപ്താഹം സപ്താഹം എന്ന പദം നാം കേട്ടിട്ടുണ്ട്. 7 ദിവസം 7 ദിവസങ്ങളിലായിട്ട് നടത്തുന്ന ഭാഗവത പാരായണ ക്രമമാണ് സപ്താഹം. ആസ്വേദി കാത്തിരിക്കുക എന്ന് വധൻ അരുളി ചെയ്ത് അയാസി തിരോധാനം ചെയ്തു. ശ്ലോകാർത്ഥം. അനന്തരം അങ്ങയുടെ തന്നെ ആജ്ഞ അനുസരിച്ച് യോഗശക്തി കൊണ്ട് ആ മുനിയാൽ സമുദ്രത്തിലേക്ക് അങ്ങ് ആനയിക്കപ്പെട്ടു. പ്രളയം കാണാൻ ആഗ്രഹിക്കുന്ന ആ മുനിയോട് പിന്നെ 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് തിരോധാനവും ചെയ്തു. അനന്തമായി വളർന്നും മനോഹരമായി സംസാരിച്ചും മത്സ്യാകൃതിയോടെ മോഹിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ ആരാണെന്ന് സത്യവ്രതൻ ആ മത്സ്യമൂർത്തിയോട് ചോദിച്ചു. അങ്ങ് സാക്ഷാൽ അരവിന്ദാക്ഷനാണെന്ന് നിശ്ചയം, അങ്ങയുടെ സ്വരൂപം കാട്ടിത്തരണമേ എന്നപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇക്കാണുന്ന ഭൂമി 7 ദിവസം കൊണ്ട് സമുദ്രത്തിൽ മുങ്ങിപ്പോകും. അന്നേരം അതിവിശാലമായ ഒരു നൗക അങ്ങയെ സമീപിക്കും. ശ്ലോകം 5. പ്രാപ്തേ ത്വദുക്തേഹ നിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധമപാരവാരിണേ ഉദ്ഗൂർണമാനഃ ശരണം യയൗ ത്വാം. ഒരിക്കൽ കൂടി. പ്രാപ്തേ ത്വദുക്തേഹ നിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഗൂർണമാനഃ ശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനി, അങ്ങ് അരുളി ചെയ്ത ആ ദിവസം പ്രാപ്തമായപ്പോൾ, വന്നെത്തിയപ്പോൾ, വാരിധാര പരിപ്ലുതേ ഭൂമിതലേ, ഭൂമി ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ, മുനീന്ദ്ര സപ്തർഷിഭി സാർദ്ധം, ആ സത്യവ്രതൻ എന്ന മുനി സപ്തർഷികളോടുകൂടി അഭാര വാരിണി, അഭാരമായ ആ ജലത്തിൽ, കരയില്ലാത്ത ആ ജലത്തിൽ, ഉദ്ഘൂർണമാന ചുറ്റിത്തിരിയുന്നവനായി, ശരണം യയൗ ത്വാം, അങ്ങയെ ശരണം പ്രാപിച്ചു. ശ്ലോകാർത്ഥം. അങ്ങ് അരുളി ചെയ്ത ആ ദിവസം പ്രാപ്തമായപ്പോൾ ഭൂതലം ജലധാരയിൽ മുങ്ങിപ്പോയി. അപ്പോൾ ആ സത്യവ്രതൻ എന്ന മുനി സപ്ത ഋഷികളോടൊപ്പം കരയില്ലാത്ത ആ ജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായി ഭഗവാനെ ശരണം പ്രാപിച്ചു. മത്സ്യമൂർത്തിയായ ഭഗവാൻ അരുൾ ചെയ്തതിനെ ആലോചിച്ചു കൊണ്ടിരുന്ന സത്യവ്രത രാജർഷി തൻ്റെ സമീപത്തെത്തിയിരിക്കുന്ന നൗകയെ കണ്ടു. അതിൽ സർവ ഔഷധികളെയും ബീജങ്ങളെയും വഹിച്ചുകൊണ്ട് രാജാവും സപ്ത ഋഷികളോടൊത്ത് കയറിയിരുന്നു. സപ്ത ഋഷികൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ശ്രീഹരിയെ തന്നെ ധ്യാനിച്ച് ആ നൗകയിൽ ഇരുന്നു. ശ്ലോകം 6. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയക ത്വം അംബുധേറാവിരഭൂർമകീയാൻ. ഒരിക്കൽ കൂടി. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയക ത്വം അംബുധേറാവിരഭൂർമകീയാൻ. ധരാം ഭൂമിയെ, ത്വത് ആദേശകരീം അങ്ങയുടെ ആദേശങ്ങളെ, അതായത് നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നവളായ, അതായത് ആ ഭൂമിയെ, അവാബ്ധാം വന്നുചേർന്ന, നൗരൂപിണീം ആരുരുഹു സ്തദാഥേ നൗകയുടെ രൂപം ധരിച്ച് അപ്പോൾ അവിടെ വന്നുചേർന്നവളും ആയ അവളിൽ, അതായത് ആ ഭൂമിദേവിയിൽ, തത്കമ്പകംബ്രേഷു ച അതിൻ്റെ, അതായത് ആ നൗകയുടെ ഇളക്കത്തിൽ
ഭയന്നു വിറച്ചു തുടങ്ങിയപ്പോൾ തേഷുഭൂയ അവർ എല്ലാവരും പിന്നെ സ്ത്വം അംബുധേർ അങ്ങ് സമുദ്രത്തിൽ നിന്ന് ആവിരഭൂർ ആവിർഭവിച്ചു മഹീയാൻ മഹനീയമായ വലിപ്പമുള്ള ശരീരനായി. ശ്ലോകാർത്ഥം. അപ്പോൾ അങ്ങയുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ഭൂമിദേവി നൗകയുടെ രൂപമെടുത്ത് അവിടെ വന്നെത്തി. അവർ എല്ലാവരും കയറിയ ആ ജലവാഹനത്തിന്റെ ഇളക്കത്തിൽ ഭയന്നു വിറച്ചുകൊണ്ടിരുന്നപ്പോൾ മത്സ്യമൂർത്തിയായ അവിടുന്ന് വളരെ വലിപ്പമുള്ള ശരീരാകൃതി പൂണ്ട് ആ പ്രളയസമുദ്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ശ്ലോകം 7. ജഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുഗ്ധ്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. ഒരിക്കൽ കൂടി. ജഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുഗ്ധ്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. ജഷ ആകൃതിയും ജഷാകൃതി മത്സ്യത്തിന്റെ ആകൃതിയെ യോജന ലക്ഷദീർഘം ലക്ഷം യോജന ദീർഘമുള്ള ദധാനം ധരിച്ചിരിക്കുന്ന ഉച്ചൈസ്തര തേജസം ഉച്ചസ്തരമായ ഉയർന്ന തേജസ്സോടുകൂടിയ ത്വാം നിരീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് തുഷ്ടാ മുനയഃ സന്തുഷ്ടരായ മുനിമാർ ത്വദുക്ത്യ അങ്ങയുടെ ഉക്തിയ അങ്ങയുടെ തന്നെ വാക്കുകളാൽ അങ്ങയുടെ കൽപ്പനപ്രകാരം തുംഗശൃംഗേ അങ്ങയുടെ ഉയർന്ന കൊമ്പിന്മേൽ തരണീം നൗകയെ ബബന്ധു ബന്ധിച്ചു. ശ്ലോകാർത്ഥം. ലക്ഷം യോജന നീളമുള്ള മത്സ്യത്തിന്റെ ആകൃതിയെ ധരിക്കുന്നവനും അത്യധികമായ തേജസ്സോടെ കൂടിയവനുമായ അങ്ങയെ കണ്ട് സന്തുഷ്ടരായ ആ മുനിമാർ അങ്ങയുടെ വാക്കനുസരിച്ച് ആ നൗകയെ അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ ബന്ധിച്ചു. ആ നൗകയെ മത്സ്യരൂപിയായ ഭഗവാന്റെ ഉയർന്ന കൊമ്പിൽ ബന്ധിക്കാൻ വാസുകി എന്ന സർപ്പത്തെയാണത്രേ ഭഗവാൻ കൽപ്പിച്ചരുളിയിരുന്നത്. ശ്ലോകം 8. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഹേ. ഒരിക്കൽ കൂടി. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീഹി. ആകൃഷ്ട നൗകോ ആ നൗകയെ വലിക്കുന്നവനായി മുനിമണ്ഡലായ മുനി സമൂഹത്തിനായി പ്രദർശയൻ പ്രദർശിപ്പിക്കുന്നവനായി കാണിക്കുന്നവനായി വിശ്വജഗത് വിഭാഗാൻ ജഗത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും സംസ്തൂയമാന നന്നായി സ്തുതിക്കുന്നവനായി നൃവരേണതേന ആ നൃപവര്യനാൽ ആ രാജേന്ദ്രനാൽ സത്യവ്രതൻ എന്ന രാജാവിനാൽ ജ്ഞാനം പരം പരമമായ ജ്ഞാനത്തെ ച ഉപദിശൻ ഉപദേശിക്കുന്നവനായി ആചാരി സഞ്ചരിച്ചു ചരിച്ചു. ശ്ലോകാർത്ഥം. ആ മത്സ്യമൂർത്തിയായ ഭഗവാൻ ആ നൗകയെ വലിച്ചുകൊണ്ട് മുനി സമൂഹത്തിനായി ജഗത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ആ രാജശ്രേഷ്ഠന് പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ടും സഞ്ചരിച്ചു. ശ്ലോകം 9.
കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാനക ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂഹു. ഒരിക്കൽ കൂടി. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാനക ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂഹു. കൽപ്പാവധൗ. കൽപ്പാവധൗ. കൽപ്പ പ്ലസ് അവധൗ. കൽപ്പത്തിന്റെ അന്ത്യത്തിൽ, അതായത് പ്രളയത്തിന്റെ അവസാനത്തിൽ. സപ്തമുനീർ സപ്തർഷികളെ, പുരോവത് മുമ്പിലത്തേതുപോലെ പഴയതുപോലെ, പ്രസ്ഥാപ്യ യഥാസ്ഥാനത്ത് തന്നെ സ്ഥാപിച്ചിട്ട്, സത്യവ്രത ഭൂമിഭം തം ആ സത്യവ്രത രാജാവിനെ വൈവസ്വത ആഖ്യം മനും ആദധാന. വൈവസ്വത മനു എന്ന പേരിൽ വാഴിച്ചു. ക്രോധാത് ക്രോധത്താൽ, ക്രോധത്തോടുകൂടി. ഹയഗ്രീവം ഹയഗ്രീവനെ, ഹയഗ്രീവൻ എന്ന അസുരനെ, അഭിദ്രുതോ അഭു എതിരിടുകയും ചെയ്തു. ശ്ലോകാർത്ഥം. കൽപ്പാന്ത കാലത്ത്, അതായത് പ്രളയത്തിന്റെ അവസാനത്തിൽ, സപ്തർഷികളെ പഴയതുപോലെയുള്ള സ്ഥാനത്ത് ആക്കിയിട്ട് ആ സത്യവ്രത രാജാവിനെ വൈവസ്വതൻ എന്നു പേരുള്ള മനുവാക്കി വാഴിച്ചതിന് ശേഷം ക്രോധത്തോടെ ഹയഗ്രീവനോട് അങ്ങ് എതിരിട്ടു. ഭഗവാന്റെ പരമാത്മതത്വം തന്നെ ധരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട സത്യവ്രതന് ഭഗവാൻ ശ്രീ നാരായണൻ പരമാത്മതത്വം മുഴുവൻ ഉപദേശിച്ചു. ജ്ഞാനം, ഭക്തി, കർമ്മം എന്നിവയുടെ സ്വരൂപങ്ങൾ വിസ്തരിക്കുന്ന മത്സ്യപുരാണം പൂർണ്ണമായും ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ശാസ്ത്രജ്ഞാനവും ആത്മസാക്ഷാത്കാരവും നേടിയ സത്യവ്രതൻ സൂര്യപുത്രനായ ശ്രാതദേവനെന്നും വൈവസ്വതനെന്നും സുപ്രസിദ്ധനായ മനുവായി ഭവിച്ചു. ശ്ലോകം 10. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപതി പ്രപായാക. ഒരിക്കൽ കൂടി. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപതി പ്രപായാക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സ്വതുംഗശൃംഖ, തന്റെ ഉയർന്ന കൊമ്പുകൊണ്ട്, ക്ഷതവക്ഷസംതം, ക്ഷതമായ പിളർക്കപ്പെട്ട മാറിടത്തോടുകൂടിയ അവനെ, ആ രാക്ഷസനെ, നിപാത്യ ദൈത്യം, ആ ദൈത്യനെ വീഴ്ത്തിയിട്ട്, നഖമാൻ ഗ്രഹീത്വാ, വേദങ്ങളെ ഗ്രഹിച്ച് കയ്യിലാക്കിയിട്ട്, വിരിഞ്ചയെ, ബ്രഹ്മാവിനായി, പ്രീതഹൃദേ ദദാന, പ്രീതഹൃദയനായി ദാനം ചെയ്യുന്ന, പ്രഭഞ്ജന ആകാരപതേ, വാദഗ്രഹപതേ, വായുഗ്രഹപതേ, ശ്രീ ഗുരുവായൂരപ്പ പ്രപായ, പാലിക്കണമേ. ശ്ലോകാർത്ഥം. തൻ്റെ കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോട് കൂടിയവനായി ആ അസുരനെ നിബദിപ്പിച്ച് പിന്നെ സന്തോഷ മാനസനായി തീർന്ന ബ്രഹ്മാവിനായി വേദങ്ങളെ ഗ്രഹിച്ച് ദാനം ചെയ്യുന്നവനായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ പാലിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ നമഃ.